തൊഴിൽ മന്ത്രി ശ്രീ ഷിബു ബേബി ജോണാണ് ഇന്ന് വ്യൂ പോയിന്റിൽ. വെൽക്കം. പിള്ള ഗണേഷ് കുമാർ വിഷയത്തിൽ ഷിബു ബേബി ജോൺ ഇടപെട്ടത് ആരുടെ ആവശ്യപ്രകാരമാണ്? ആരും എന്നോട് ആവശ്യപ്പെട്ടിട്ടല്ല. എന്നാൽ UDFിൻ്റെ മുമ്പിൽ ഒരു പ്രതിസന്ധി ഉയർന്നു വന്നപ്പോൾ ആ പ്രതിസന്ധി യഥേഷ്ടം തുടരാൻ അനുവദിച്ചാൽ UDF ഗവൺമെൻറ് പതനത്തിന് പോലും ഇടയാക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് കണ്ടതുകൊണ്ട് ഞാൻ സ്വമേധയാ എന്നാലാകുന്നത് ആ വിഷയം പരിഹരിക്കാൻ വേണ്ടി ഉള്ള പരിശ്രമം നടത്തുക മാത്രമായിരുന്നു. ഈ പരിശ്രമങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ എല്ലാം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു എൻ്റെ വ്യക്തിപരമായ ഒരു തീരുമാനപ്രകാരം ഇടപെട്ടതാണ്. ഇതിലൊരു രാഷ്ട്രീയ വിഷയമുണ്ട്, കുടുംബ വിഷയമുണ്ട്. ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ഭാര്യ ഗാർഹിക പീഡന നിയമം അനുസരിച്ച് പരാതി നൽകും എന്ന ഒരവസ്ഥ നിൽക്കുകയും ഗണേഷ് കുമാറിൻ്റെ മന്ത്രി കസേര ആടിയിരിക്കുന്ന സമയത്താണ് ഷിബു ബേബി ജോൺ ഇടപെട്ട് അത് ഉറപ്പിക്കുന്നത്. അതിന് പുറമെ പിള്ള ഗണേഷ് കുമാർ വിഷയം പ്രധാന ഘടകകക്ഷി നേതാക്കൾ പോലും ഇടപെട്ട് പരിഹരിക്കാൻ കഴിയാത്ത, അവർ ഒരുമിച്ചിരുത്താൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിൽ ഷിബു ബേബി ജോൺ അത് സാധിക്കുന്നു. ഒരു പുതിയ പ്രതിച്ഛായ ഷിബുവിന് മേൽ വന്നു നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ. ഞാനിതിൽ ഇടപെട്ടത് പലരും പറയുന്നു ശ്രീ ഗണേശനുമായിട്ടുള്ള സൗഹൃദവും ഗണേശൻ്റെ കസേര ഉറപ്പിക്കാൻ വേണ്ടി, സൗഹൃദം കൊണ്ട് ഗണേശൻ്റെ കസേര ഉറപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു. അങ്ങനൊന്നും ആയിരുന്നില്ല. ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി. ഈ പൊളിറ്റിക്സ് കേരളത്തിന് വേണോ എന്നുള്ളതായിരുന്നു നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഇത് ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ആ കുടുംബത്തിലെ പ്രശ്നങ്ങളാണെന്ന് എനിക്ക് വ്യക്തിപരമായി അറിയാൻ സാധിച്ചു. അതിനൊരു രാഷ്ട്രീയ മാനം ഉണ്ടാകുന്നു, ഒരു വാർത്ത വരുന്നു, അതിനെ തുടർന്ന് ഒരു മന്ത്രി രാജിവെക്കാനുള്ള ആവശ്യമുയരുന്നു. ഇതൊന്നും നല്ലതല്ല കേരള രാഷ്ട്രീയത്തിന് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ പൊളിറ്റിക്കൽ ഇഷ്യൂവിലാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇടപെട്ടത്. ഞാൻ പറയട്ടെ, 73 പേരുള്ള ഒരു ഗവൺമെൻറ്, അതിൽ ആ ഐക്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ജനം പ്രതീക്ഷിക്കുന്ന ഐക്യമാണ്, ആ ഐക്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര കാലം മുന്നോട്ട് പോകും? 100 സീറ്റുണ്ടായിരുന്ന 2001-2006 UDF ഗവൺമെൻറ് 2003 രാജ്യസഭാ കോടോത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നോട്ട് പോയിട്ടില്ല. പിന്നെ ഡൗൺഫോളായിരുന്നു. ആ നിലയിലേക്ക് ഈ ഇഷ്യൂ സ്നോബോൾ ചെയ്യല് എന്നാഗ്രഹിച്ചു. അതുകൊണ്ടാണ്. അന്നേരം അതിനപ്പുറത്തേക്ക് എൻ്റെ ആയിട്ടുള്ള പരിശ്രമം നടത്തി അത് പൂർണ്ണ വിജയമാണെന്ന് ഞാനിപ്പോഴും അവകാശപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഷിബു ബേബി ജോൺ ഈ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഭരണകാര്യങ്ങൾക്കപ്പുറം ചില പ്രശ്നങ്ങൾ ഉണ്ട്, ആ പ്രശ്നങ്ങളിൽ, ആ വിഷയങ്ങളിൽ ഇടപെട്ടു എന്നാണ് പറഞ്ഞത്. അത് പുറത്ത് മാധ്യമങ്ങളിൽ വന്നത് അത് ഗണേഷ് കുമാറും ബാലകൃഷ്ണ പിള്ളയും തമ്മിലുള്ള സ്വത്ത് തർക്കമാണെന്നാണ്. ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം ഇൻ്റർലിങ്ക്ഡ് ആയി കിടന്നു. ബാലകൃഷ്ണപിള്ള സാറും ഗണേഷ് കുമാറുമായിട്ടുള്ള വിഷയങ്ങൾ ഒരു ഭാഗത്ത്, അതിനോടൊപ്പമാണ് ഗണേശൻ്റെ കുടുംബത്തിൽ ഗണേശും ഭാര്യ യാമിനിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നത്. ഇതെല്ലാം ഇൻ്റർലിങ്ക്ഡാണ്. ഇതിനാണ് പൊളിറ്റിക്കൽ മാനം വന്നത്. അതിൻ്റെ കൂട്ടത്തിൽ മന്ത്രിയെ മാറ്റണമെന്നുള്ള കത്ത് കൊടുത്തത് ഈ സന്ദർഭത്തിൽ തന്നെയാണ്. അതിൻ്റെ മുമ്പ് കത്ത് നേരത്തെ കൊടുത്തതാണെങ്കിലും ഈ പശ്ചാത്തലത്തിലാണ് അത് ഉയർന്നു വന്നത്. ഇങ്ങനെ വരുമ്പോൾ ഇവയ്ക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടായാലേ ഈ പൊളിറ്റിക്കൽ ഇഷ്യൂവും പരിഹരിക്കപ്പെടത്തുള്ളൂ. ഒരച്ഛനും മകനും അകൽച്ച അവസാനിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാഷ്ട്രീയമായ വിഷയങ്ങൾ അതിനോടൊപ്പം അവസാനിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗണേഷ് കുമാറിനെ ബാലകൃഷ്ണ പിള്ളയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് പിള്ളയുമായി ഷിബു ബേബി ജോൺ നടത്തിയ ചർച്ചയിൽ ഗണേഷ് കുമാർ ഒരു സ്ത്രീ വിഷയത്തിൽ പുറത്തു പോകേണ്ടി വരുന്നത് PC ജോർജിൻ്റെ വിജയമായി മാറുമെന്നും അതിന് പുറമെ UDFനെ ഇത് ബാധിക്കുമെന്നും പല ഘടകകക്ഷികളും അങ്ങനെയാണെങ്കിൽ ഗണേശനൊപ്പം നിന്ന് ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വരുമെന്നും ബാലകൃഷ്ണ പിള്ളയെ ധരിപ്പിച്ചതായാണ് അറിയുന്നത്. ഇവർ ഈ നടന്ന ചർച്ചകളൊന്നും ഞാൻ വെളിപ്പെടുത്തില്ല. അതെൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണ്. പക്ഷേ ഈ പറയുന്ന നിലയിലൊന്നുമല്ല. അങ്ങനൊരു കാര്യം ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു കുടുംബ പ്രശ്നം അതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റി അതൊരു മന്ത്രിയുടെ രാജിയിലേക്ക് കലാശിക്കുന്നത് ഗുണകരമായ ഒരു പ്രവണത. ഒരു തരത്തിലും ഒരുമിച്ച് പോലും ഇരിക്കാത്ത ആളുകൾ ഞങ്ങളുടെ പാർട്ടിയുടെ മന്ത്രിയല്ല ഇത് എന്ന് മാധ്യമങ്ങളോട് പറയുകയും മുഖ്യമന്ത്രിക്ക് ഈ മന്ത്രിയെ പിൻവലിക്കണമെന്ന് കത്തയക്കുകയും ചെയ്ത ബാലകൃഷ്ണപിള്ള, UDFിലെ മുതിർന്ന നേതാക്കൾ വിചാരിച്ചിട്ട് പോലും ഒരുമിച്ചിരുത്താൻ പറ്റാത്ത 2 വ്യക്തികളെ 24 മണിക്കൂറിനുള്ളിൽ ഒരുമിച്ചിരുത്തി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞുവെന്ന് പറയുമ്പോൾ അതിൽ രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ചില സ്വാധീനം ഷിബു ബേബി ജോൺ ആ കുടുംബവുമായി ഉണ്ടെന്നാണ് വ്യക്തമാകുന്നത്. പൊളിറ്റിക്സ് ഇസ് ദി ആർട്ട് ഓഫ് ദ ഇമ്പോസിബിൾ എന്ന് പറയുന്നവരുണ്ട്. എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ എല്ലാ പ്രതിസന്ധികൾ വന്നപ്പോൾ, പ്രശ്നങ്ങൾ വന്നപ്പോൾ അവർക്ക് ഇരുവർക്കും അങ്ങനെ പരിഹരിക്കണമെന്ന് തോന്നലുണ്ടായി. അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ ആവശ്യകത മകന് തോന്നിക്കാണും, മകൻ്റെ ആവശ്യകത അച്ഛന് തോന്നിക്കാണും. അങ്ങനെയൊക്കെയാണ് ആ മാനസികാവസ്ഥയിലേക്ക് വന്നത്.
അങ്ങനെ സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ എന്നും എടുത്ത നിലപാട് ആത്യന്തികമായി ഒരു അച്ഛനും മകനുമാണ്, ഇവർ ഒന്നിക്കും, എന്നാലും ചുറ്റിനും കൂടി നിൽക്കുന്നവർ ഒറ്റപ്പെടും എന്നുള്ളതായിരുന്നു ഞാൻ എന്നും എടുത്ത നിലപാട്. എന്നാൽ അത് ശരിവെക്കുന്നതാണ്. ആർക്കും ആ പ്രകൃതിയുടെ ആ നിയമം നിഷേധിക്കാൻ ഒക്കില്ലല്ലോ, അച്ഛനും മകനും എന്നുള്ളൊരു ബന്ധം. അങ്ങനെ ചരിത്രം എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അതെല്ലാം പി സി ജോർജ് ഗണേഷ് കുമാറിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നതിന് മുൻപ് തന്നെ ഉള്ളതല്ലേ? എന്തുകൊണ്ടാണ് ഈ ഒരു ഘട്ടം വരെ കാത്തിരുന്നത്? ഷിബു ബേബി ജോൺ ദുബായിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നു. ആ യാത്ര ക്യാൻസൽ ചെയ്ത് UDF-ലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. അതുവരെ UDF-ലെ മറ്റ് ഘടകകക്ഷി നേതാക്കൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹരിക്കുമെന്ന പ്രതീക്ഷയോടെ ഇരിക്കുകയായിരുന്നു. അന്ന് അതിനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നില്ല. ഇന്നിപ്പോൾ സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നതുകൊണ്ട് ഇവർ കണ്ടു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകത തോന്നി കണ്ടു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റ് ഇതായിട്ടൊന്നും എൻ്റെ ഭയങ്കരമായ കഴിവായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഇനി പി സി ജോർജ് ഉന്നയിച്ച ആക്ഷേപം ശരിയാണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ധാർമ്മികമായി മന്ത്രി കസേരയിൽ ഇരിക്കാൻ ഗണേഷ് കുമാറിന് അർഹതയുണ്ടോ? ശരിയാണെന്ന് വെക്കണ്ടായല്ലോ. കാരണം ശരിയല്ല, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പി സി ജോർജിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ UDF മീറ്റിങ്ങിൽ മുഖ്യമന്ത്രി അന്വേഷണം നടത്തിയിട്ട് വ്യക്തമാക്കി. മുഖ്യമന്ത്രി അന്വേഷണം നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട നേരിട്ട് വ്യക്തികളുമായി തന്നെയാണ്. അന്നേരം അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വെക്കണ്ട. പിന്നെ നമ്മൾ ചില സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം പബ്ലിക് ലൈഫിൽ. അതിൽ നിന്ന് എനിക്ക് തർക്കമൊന്നുമില്ല. പബ്ലിക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു മന്ത്രിസ്ഥാനത്ത് വന്നുകൊണ്ട് എന്തും ഏത് നിലയിലേക്കും പോകുന്നതല്ല. അങ്ങനെ ഒരു ഇഷ്യൂ ആണ് വന്നതെങ്കിൽ, അങ്ങനെ നമുക്ക് ബോധ്യമുള്ളൊരു ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നെങ്കിൽ ഈ റിയാക്ഷൻ വ്യത്യസ്തമായിരുന്നു. ഗണേഷ് കുമാർ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതും അത് പ്രചരിപ്പിച്ചതും അതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയതും പിന്നീട് മന്ത്രി കസേരയ്ക്ക് വരെ വെല്ലുവിളി ഉയർത്തുന്ന രീതിയിൽ അത് വളർന്നതും ഒന്നും പ്രതിപക്ഷം ഇടപെട്ടതുകൊണ്ടോ പ്രതിപക്ഷം ഈ സർക്കാരിനെ അല്ലെങ്കിൽ ഒരു മന്ത്രിയെ താഴെ ഇറക്കണമെന്ന് വിചാരിച്ചത് കൊണ്ടോ അല്ല. ഇതെല്ലാം കൊണ്ടുവന്നതും ഉന്നയിച്ചതുമെല്ലാം UDF-ലെ തന്നെ ഘടകകക്ഷികളിൽപ്പെട്ട പ്രമുഖനായ ഒരു വ്യക്തി, മന്ത്രിസഭയിലെ ക്യാബിനറ്റ് പദവിയുള്ള ചീഫ് വിപ്പാണ്. അങ്ങനെ ഒരു ആരോപണം പി സി ജോർജ് ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗണേഷ് കുമാറും പിള്ളയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും മന്ത്രിസ്ഥാനത്ത് തുടരുകയും ചെയ്യുമ്പോൾ അത് ജോർജിൻ്റെ പരാജയമായി തന്നെ കാണണ്ടേ? അല്ല, ഈ കാര്യത്തിൽ തുറന്ന് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. പ്രതിപക്ഷം ഉയർന്നു പ്രവർത്തിച്ചു. പ്രതിപക്ഷം അതിൻ്റെ ഉത്തരവാദിത്വം രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇത് രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല. അവരാ ഉന്നത മൂല്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് ആവശ്യമായുള്ള ഈ കാര്യത്തിൽ നിലനിർത്തി എന്നുള്ള അഭിപ്രായം എനിക്കുണ്ടായിരുന്നു. നിർഭാഗ്യകരമാണ് UDF-നുള്ളിൽ നിന്ന് ഇങ്ങനൊരു സംഭവം ഉള്ളിലെടുത്തത്. ആ പ്രതിപക്ഷം നിലനിർത്തിയ ആ നിലവാരമെങ്കിലും UDF-ലുള്ളവർ നിലനിർത്തണം എന്ന് മാത്രമേ എനിക്കത് പറയാനുള്ളൂ. രാഷ്ട്രീയം എന്ന് പറയുന്ന വ്യക്തിപരമായി മാറുന്നു. ഇതൊന്നും നല്ലതല്ല. നെല്ലിയാമ്പതി എസ്റ്റേറ്റുകൾ സർക്കാർ ഏറ്റെടുത്താൽ ഈ സർക്കാർ താഴെ വീഴുമെന്ന് പറഞ്ഞ ആളാണ് പി സി ജോർജ്. ഗണേഷ് കുമാറുമായി പി സി ജോർജിന് ഉള്ള ഈ വിഷയത്തൊട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഇനിയും പി സി ജോർജ് അടങ്ങിയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ മന്ത്രി? നെല്ലിയാമ്പതി വിഷയവും ഇതും രണ്ടായിട്ടാണ് ഞാൻ കാണുന്നത്. നെല്ലിയാമ്പതി വിഷയത്തിൽ ശ്രീ ജോർജ് എടുത്ത നിലപാടിനോട് എനിക്ക് യോജിപ്പില്ലെങ്കിലും എനിക്ക് മനസ്സിലാക്കാം. കേരള കോൺഗ്രസും പി സി ജോർജിൻ്റെയൊക്കെ ഒരു കർഷക അടിത്തറ, അവർ വിശ്വസിക്കുന്ന കർഷകരുടെ അടിത്തറ എന്നെ കർഷകരുടെ ഒരു പ്രശ്നമെന്നുള്ള നിലയിലേക്കാണ് എന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിലപാടിനോട് യോജിപ്പില്ലെങ്കിലും എനിക്ക് മനസ്സിലാക്കാം. അത് വ്യത്യസ്തമാണ്. പക്ഷേ ഇത് നിർഭാഗ്യകരമാണ് ഈ കാര്യത്തിൽ. അന്നേരം ഇത് ഞാൻ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിൻ്റെ സുഗമമായ മുന്നോട്ട് പോക്കിന് വിഘാതമാകുന്ന ഒരു നിലയിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. അത് ഇനിയെങ്കിലും അവസാനിക്കണം. പി സി ജോർജ് ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറേണ്ടതാണെന്നും മിതത്വം പാലിക്കണമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വരെ പറഞ്ഞു. പക്ഷേ പി സി ജോർജ് ഈ വിഷയത്തിലെല്ലാം പ്രതികരിച്ചത് എന്നെ നിലയ്ക്ക് നിർത്തേണ്ടത് എൻ്റെ പാർട്ടിയുടെ നേതാവാണ് എന്നാണ്. ശ്രീ കെ എം മാണി ഈ വിഷയത്തിൽ സ്വീകരിച്ച നിശബ്ദത. മാണി സാറിന് സുഖമില്ലായിരുന്നു. വോയിസ് ഫസ്റ്റ് അഡ്വൈസ് ചെയ്തിരുന്ന ഒരു ഘട്ടത്തിലല്ലേ മാണി സാർ ഹോസ്പിറ്റലിലായിരുന്നല്ലോ. കേരള കോൺഗ്രസ് പാർട്ടി അവരുടെ നിലപാട് പല വേദികളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അത് തുടർന്നും ആ വ്യക്തത കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കെ എം മാണി കാര്യമായി ഇടപെട്ടോ ഈ വിഷയത്തിൽ? അദ്ദേഹം പറഞ്ഞോ, അദ്ദേഹം ശാസിച്ചോ, അല്ലെങ്കിൽ അദ്ദേഹം പി സി ജോർജിനെ വിളിച്ചു പറഞ്ഞോ UDF-ന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിൽ ഇതുപോലെ പരസ്യ പ്രസ്താവനകൾ നടത്തരുതെന്ന്? ആ ഒരു ഉത്തരവാദിത്വം പി സി ജോർജിനേക്കാൾ കൂടുതൽ കെ എം മാണിക്കില്ലേ? അദ്ദേഹം എന്തുകൊണ്ട് നിശബ്ദനായിരുന്നു? അല്ല,
വോയിസ് ടെസ്റ്റ് എന്നുള്ളത് മാണി സാറ് ശ്രീ PC ജോർജുമായിട്ട് എന്ത് സംസാരിച്ചെന്ന് എനിക്കറിയില്ല. മാണി സാർ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന UDFൻ്റെ ടോളസ്റ്റ് ലീഡറാണ്, പരിണതപ്രജ്ഞനായ മാണി സാർ. അതുകൊണ്ട് മാണി സാർ ഉചിതമായ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് UDFിനകത്തൊരു വലിയ വിള്ളലുണ്ടാകാൻ പോകുന്നു. കുറേ MLA അല്ലെങ്കിൽ കുറച്ച് MLA കൂറുമാറാനുള്ള സാധ്യതയുണ്ട്. ഇടതുപക്ഷത്തിലെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഈ തരത്തിൽ സൂചനകൾ നൽകുന്നു. എന്തെങ്കിലും ഒരു ഭീഷണി UDF ഇപ്പോൾ നേരിടുന്നതായി കരുതുന്നുണ്ടോ? ഇപ്പോൾ യാതൊരു ഭീഷണിയും UDF നേരിടുന്നില്ല. ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ UDF ലീഡർഷിപ്പിലുള്ള അല്ലെങ്കിൽ UDFൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ കക്ഷികൾക്കും ഇതെല്ലാവർക്കും ഈ മുന്നണി മന്ത്രിസഭ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് താല്പര്യമുണ്ട് എന്ന് തോന്നലുണ്ടാകും. PC ജോർജ് പല വിഷയങ്ങളിലും എടുക്കുന്ന നിലപാടുകളും നടത്തുന്ന പരസ്യ പ്രസ്താവനകളും UDFിൻ്റെ ഐക്യത്തിനും കെട്ടുറപ്പിനും ഭീഷണിയാണ് എന്ന് തുറന്ന് സമ്മതിച്ചുകൂടെ? UDFൻ്റെ ചീഫ് വിപ്പ് UDFൻ്റെ എതിരെ അങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അങ്ങനെ ഒരു പരാമർശം നടത്തിയത് ദൗർഭാഗ്യകരമായി തെറ്റായി എന്നുള്ള അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് UDF PC ജോർജിനെ താക്കീത് ചെയ്യുകയോ ശാസിക്കുകയോ ചെയ്തില്ല? PC ജോർജിൻ്റെ ഒരു വ്യത്യസ്തമായ ശൈലിയാണ്. ആ ശൈലി UDFൻ്റെ പൊതുശൈലിയുമായി പൊരുത്തപ്പെടുത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ ലക്ഷ്യം. അതിന് ഞാനോ ഈ ജൂനിയറായിട്ടുള്ളവരോ വിചാരിച്ചാൽ പോരാ, മുന്നണി ലീഡർഷിപ്പ് തന്നെ ആ കാര്യത്തിൽ ഇടപെട്ട് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. തൽക്കാലം ഈ വിഷയത്തെങ്കിലും PC ജോർജ് എടുത്ത നിലപാട് ഗണേഷ് കുമാർ എന്ന വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായി ആണ്, അല്ലാതെ അതിനപ്പുറത്തൊരു വലിയ രാഷ്ട്രീയ മാനം, അതായത് UDFന് ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ഐക്യത്തെ കോട്ടം തട്ടുക എന്ന തരത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. അദ്ദേഹം ആദ്യത്തെ ഒരു വർഷം അദ്ദേഹം അന്നും ഇന്നും LDFനെതിരെയുള്ളൊരു വലിയ ഫൈറ്റും നടത്തുന്നുണ്ട് PC ജോർജ്. പക്ഷേ കഴിഞ്ഞ ആദ്യത്തെ ഒരു വർഷത്തിന് ശേഷം പലപ്പോഴും പല സന്ദർഭങ്ങളിലും ആ ശക്തിക്ക് അല്പം ചോർച്ചയുണ്ടാകുകയും പല ഘട്ടങ്ങളിലും അത് UDFനകത്തേക്ക് തന്നെ അത് എതിർപ്പ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായി. അത് വ്യക്തിപരമായ വിഷയങ്ങൾ ആണ് അല്ലെങ്കിൽ വ്യക്തിപരമായ വിദ്വേഷങ്ങളാണ് അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചതെന്ന് ഞാൻ അനുമാനിക്കുന്നു. അതല്ല വേണ്ടത്, അതാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോൾ അത് PC ജോർജ് ഒരുപക്ഷെ UDFൻ്റെ പതനം ആഗ്രഹിച്ചല്ല ചെയ്യുന്നത്, പക്ഷേ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കാം കാരണം. പക്ഷേ അത് മുന്നോട്ട് പോയാൽ ഈ ഞാൻ പറഞ്ഞതുപോലെ മന്ത്രിസഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തന്നെ ഭീഷണിയാണ് എന്ന വസ്തുത അംഗീകരിക്കേണ്ടതുണ്ട്. നെല്ലിയാമ്പതി വിഷയത്തിൽ വനം വകുപ്പും PC ജോർജും എടുത്ത രണ്ട് വ്യത്യസ്ത നിലപാടുകൾ വലിയ ഡിബേറ്റിന് ഇടവരുത്തിയത്. ഇക്കാര്യത്തിൽ ആരാണ് കൂടുതൽ ശരി മന്ത്രിയുടെ അഭിപ്രായത്തിൽ? രണ്ട് ഭാഗത്തും ശരികളുണ്ട്, രണ്ട് ഭാഗത്തും തെറ്റുകളുണ്ട്. കാരണം തെറ്റുകളുണ്ടെന്ന് ഞാൻ പറയുന്നത്, രണ്ട് ഭാഗത്തും ശരിയുണ്ട്. കാരണം ഞാൻ പറയട്ടെ, 11/77 മുമ്പുള്ള എല്ലാ വനം കയ്യേറ്റങ്ങളും നമ്മൾ സാധൂകരിച്ചു കൊടുത്തു. ഇതൊരു നൂറ്റാണ്ടായി തോട്ടമായി കൊടുത്ത് തോട്ടമായി തന്നെ നിലനിർത്തി ഭംഗിയായി നിലനിർത്തിയത് എല്ലാം ഇന്ന് കയ്യേറ്റമാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു അസ്വാഭാവികത ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് തീർച്ചയായിട്ടും നമ്മുടെ വനഭൂമി ഇങ്ങനെ ചിലരെങ്കിലും നിയമലംഘനം നടത്തിയവരുണ്ട്, കരാർ ലംഘനം നടത്തിയവരുണ്ട്, ബാങ്കിൽ വെച്ച് പണയം വെച്ച് പൈസ എടുത്തവരുണ്ട്, അങ്ങനെ ഗുരുതരമായ കേസുകൾ വീഴ്ചകൾ വരുത്തിയവരുണ്ട്. അവരെ കണ്ടെത്തി നടപടിയും കൈക്കൊള്ളണം. ഇവിടെ ഒരു അഭിപ്രായ സമന്വയമുണ്ടായി കയ്യേറ്റത്തെയും കുടിയേറ്റത്തെയും, അതെല്ലാവരും പറയുന്ന അതാണ്, രണ്ടായി കണ്ടുകൊണ്ട് രണ്ടും ഒന്ന് കുടിയേറ്റ കർഷകരുടെ താല്പര്യം സംരക്ഷിക്കുകയും അതോടൊപ്പം വനഭൂമിയുടെ കയ്യേറ്റം അവസാനിക്കുകയും ചെയ്യുന്ന ഒരു നയമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു മന്ത്രിസഭയിലെ 2 അംഗങ്ങൾ വ്യത്യസ്തമായ നിലപാടുകൾ എടുക്കുമ്പോൾ മറ്റൊരു മന്ത്രി പറയുന്നു ഇതിൽ രണ്ടിലും ശരിയുണ്ടെന്ന്. അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാനത് വസ്തുതാപരമായി പറഞ്ഞതാണ്. രണ്ടിലും ശരിയുണ്ടെന്ന് പറയുമ്പോൾ ഈ എല്ലാ ഘട്ടത്തിലും വിവാദങ്ങളിലേക്ക് പോയി, വളരെ വ്യക്തിപരമായ വിവാദങ്ങളിലേക്ക് പോയി, ഇങ്ങനൊരു സങ്കീർണമായ വിഷയം ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാവുന്നതാണോ? എത്രയോ വർഷമായി കോടതിയുടെ മുമ്പിൽ കിടക്കുന്നു. കോടതിക്ക് പോലും തീർപ്പ് കൽപ്പിക്കാൻ അത്രയ്ക്ക് വിഷയങ്ങളുള്ളതാണ്. അത് നമ്മൾ സമചിത്തതയോടുകൂടി കണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നല്ല നമ്മുടെ മുമ്പിലുള്ളത്. അങ്ങനെ പറയുമ്പോൾ കാര്യങ്ങളെ വ്യക്തിതലത്തിലെടുത്ത് പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറുന്ന ഒരു അംഗമാണ് PC ജോർജ്. എന്നാൽ ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം പറഞ്ഞതിലും ചില ആ കാര്യത്തിൽ നെല്ലിയാമ്പതി വിഷയത്തിൽ ഉണ്ടെങ്കിൽ പോലും വളരെ പേഴ്സണലൈസ്ഡ് ഫൈറ്റായി അതങ്ങ് മാറി. അതൊരു ശൈലിയുടെ കുഴപ്പമാണ്. രാഷ്ട്രീയമെന്ന് പറയുന്നത് വ്യക്തിപരമായി മാറുന്നു. ഇതൊന്നും നല്ലതല്ല.
മുന്നണി മര്യാദകൾ ലംഘിക്കുന്നുണ്ടോ പി സി ജോർജ്? നമുക്ക് ഇത് മാത്രമല്ലല്ലോ വിഷയം, നമുക്ക് മുന്നോട്ട് പോകണ്ടേ. ഇത് പ്രഥമ ദൃഷ്ടിയാ ചിലർക്ക് തോന്നിയേക്കാം ലംഘിക്കുന്നുണ്ട് എന്ന് തന്നെ തോന്നിയേക്കാം പ്രത്യേകിച്ച് ഈ വിഷയം വന്നപ്പോൾ. പക്ഷേ അവിടെ നമ്മൾ ആ ഒരു പി സി ജോർജ് എന്ന ഒരു വിഷയത്തിൽ കിടന്ന് ഈ കെട്ടിമറിയാതെ നമുക്ക് കേരളത്തിൻ്റെ എത്രയോ സീരിയസ് ആയിട്ടുള്ള പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ വ്യക്തമായ നിലപാട് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഷിബു ബേബി ജോൺ. താങ്കൾ പറഞ്ഞിട്ടുണ്ട് UDFന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിൽ ചിലർ പ്രവർത്തിക്കുമ്പോൾ ആർക്കും വേണ്ടാത്തൊരു ഭരണം ഞങ്ങൾക്കും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ടെലിവിഷൻ ചർച്ചകളിൽ ഓരോ കാര്യങ്ങൾ കെട്ടി എഴുന്നള്ളിക്കുമ്പോൾ അത് UDFന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്നുണ്ടെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിനകത്ത് പറയാൻ വേദി ഉണ്ടാകുന്നില്ല നേതാക്കൾക്കെങ്കിൽ ഒന്നെങ്കിൽ അതിനൊരു വേദി ഉണ്ടാക്കാൻ അവർ ശ്രമിക്കണം, അല്ലെങ്കിൽ അവർ ഇറങ്ങിപ്പോകണമെന്ന് താങ്കൾ പറഞ്ഞു. ഇങ്ങനെ വ്യക്തമായ നിലപാടുള്ള ശക്തമായത് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്തുകൊണ്ടാണ്? അല്ല, ഇപ്പോൾ ഞാനൊരു ഫയർ ഫൈറ്റിംഗ് മിഷൻ എന്നുള്ള നിലയിൽ ഒരു പ്രശ്ന പരിഹാരത്തിന് നിൽക്കുകയാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തിപരമായ അഭിപ്രായങ്ങളില്ലാഞ്ഞിട്ടല്ല. ഇപ്പോൾ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യണം എന്നുള്ളതാണ്. അത് ഓവർകം ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്നേരം ഞാനായിട്ട് ഇനി ഒരു പുതിയ വിവാദത്തിന് തുടക്കം കുറിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷെ ജോലി ചെയ്യേണ്ടാത്ത എന്തെങ്കിലും തൊഴിലുണ്ടോ എന്ന ചിന്താഗതി പലപ്പോഴും നയിക്കുകയാണ് ചെറുപ്പക്കാർ. ഇറ്റാലിയൻ നാവികർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരില്ല. ഇന്ത്യയിലെ ഇറ്റാലിയൻ സ്ഥാനപതി സുപ്രീം കോടതിക്ക് കൊടുത്ത സത്യവാങ്മൂലം ലംഘിക്കപ്പെട്ടിരിക്കുന്നു. വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണിത്. കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന വീഴ്ചയല്ലേ സത്യത്തിൽ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം? ഏതൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലജ്ജാകരമായ ഒരു ദിനം, ഒരു സന്ദർഭമായി ഇത് മാറി. സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, സംസ്ഥാന ഗവൺമെൻറ് കാര്യത്തിൽ എനിക്ക് ആധികാരികമായി പറയാം, ഇവർക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് നമ്മൾ ശക്തമായ നിലപാടെടുത്തു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേന്ദ്ര സർക്കാർ എടുത്തില്ല. കേന്ദ്ര സർക്കാർ എടുത്തു. ഹൈക്കോടതിയുടെ ജാമ്യ വ്യവസ്ഥയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ നിന്നില്ല. അന്ന് ക്രിസ്മസ് അവധിക്ക് അവരെ പോകാൻ വേണ്ടി ഹൈക്കോടതി അനുവദിച്ചപ്പോൾ കേന്ദ്രത്തിന് അനുമതിയോടുകൂടി പോകാമെന്നാണ് പറഞ്ഞത്. അന്ന് കേന്ദ്ര സർക്കാർ ശക്തമായൊരു നിലപാടെടുത്തില്ല. അപ്പോഴാണ് ഹൈക്കോടതി 6 കോടി രൂപയുടെ ഗ്യാരണ്ടി വെച്ചിട്ട് അവർ വിട്ടത്. അന്നേരം ആ കാര്യങ്ങളിൽ അന്ന് എടുത്ത നിലപാട്, എന്നാൽ സംസ്ഥാന ഗവൺമെൻറ് മാത്രമേ ഞാൻ ആധികാരികമായി പറയുന്നുള്ളൂ. സുപ്രീം കോടതിയിൽ രണ്ടാമത് ഈ വിഷയം വന്നപ്പോൾ നമ്മൾ ഇവർക്ക് ജാമ്യം കൊടുക്കരുതെന്ന് വീണ്ടും നിലപാടെടുത്തു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എടുത്ത നിലപാട്, നേരത്തെയുള്ള വിധി, ഞങ്ങൾ പ്രഖ്യാപിച്ച വിധി പ്രകാരം കേരളത്തിൽ ഇന്ന് ജൂറിസ്ഡിക്ഷനേ ഇല്ല. കേരളത്തിൽ ഇതിന് അഭിപ്രായം പറയാൻ പോലും അവകാശമില്ല എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എടുത്തിരുന്ന നിലപാട്. എന്നാൽ അതിനെ തുടർന്ന് ഇവർക്ക് ഇപ്പം നമുക്ക് തോന്നുമ്പോൾ, നമുക്കിപ്പോൾ കാണുമ്പോൾ ഏറ്റവും വലിയ ഒരു അബദ്ധമായി തോന്നിയത് അവരുടെ എംബസിയുടെ അല്ലെങ്കിൽ അംബാസഡറിൻ്റെ ജാമ്യത്തിലാണ് അവരെ വിട്ടയച്ചത്. അതും സംസ്ഥാന ഗവൺമെൻറ് അന്നേ ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ അംബാസഡറിനെ കോടതി വിളിച്ചു വരുത്താൻ പോലും നമുക്ക് അവകാശം ഉണ്ടാകില്ല. അതുകൊണ്ട് ആ ജാമ്യ വ്യവസ്ഥ അത് സ്വീകാര്യമല്ല എന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. നിർഭാഗ്യവശാൽ അതും സുപ്രീം കോടതിക്ക് സ്വീകാര്യമായിരുന്നില്ല. BJP പോലെയുള്ള കക്ഷികൾ പറയുന്നു കേരളത്തിൽ നിന്നുള്ള ചില കേന്ദ്രമന്ത്രിമാർ പിൻവാതിൽ ഇടപെടലുകൾ നടത്തി ഈ നാവികരുടെ മോചനത്തിനാണ്. താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ? ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനാണ് ഇടപെട്ട് ഇങ്ങനെ 2 ഇറ്റാലിയൻ നാവികരെ വിട്ടയച്ചതെന്ന് പലരും പറയുന്നത് കേട്ടു. അതിന് പല ബന്ധങ്ങൾ, സോണിയാഗാന്ധി ബന്ധമൊക്കെ പറയും. ഇതുകൊണ്ട് നഷ്ടമാർക്കാ? പൊളിറ്റിക്കലി നഷ്ടമാർക്കാ? കേന്ദ്ര ഗവൺമെൻറ്റല്ലേ. ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒത്തുകളിച്ച് ഇന്ത്യ രാജ്യത്തിൻ്റെ ആകെ വികാരം അവർക്കെതിരെയാക്കാൻ വേണ്ടി നിൽക്കുക. അതായത് രാഷ്ട്രീയമായി എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു പോകുന്നു എന്നല്ലാതെ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് അബദ്ധം പറ്റിയെങ്ങനെയാണ്? സുപ്രീം കോടതി എങ്ങനെ, ഞാനവരുടെ കുറ്റം പറയാൻ പ്രാപ്തനല്ല, ഇത് ചെയ്യുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എങ്ങനെയാണ് ഒരു ഇതിൻ്റെ എംബസിയുടെ അല്ലെങ്കിൽ ഗ്യാരണ്ടിയിൽ പോയത്? ഒരു സൂക്ഷ്മത കുറവുണ്ടായിട്ടുണ്ടോ സുപ്രീം കോടതി ഇടപെട്ടത്? ഞാൻ കോടതിയെ വിമർശിക്കാൻ ഞാൻ ആളല്ലോ. കോടതി വിധികളെ വിമർശിക്കാം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് ഇപ്പോൾ ഞാൻ കാണുന്നത്, ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ ഇടപെട്ട് മുന്നോട്ട് കാര്യങ്ങൾ നീക്കുകയാണ്. അത് വിജയം കാണട്ടെ, അതിനെല്ലാവരും സഹകരിക്കുക. അതിനുശേഷം നമുക്ക് ഡിബേറ്റ് ചെയ്യാം ഏതാണ് തെറ്റ്, ഏതാണ് ശരി. കേരളത്തിലെ പല മുതിർന്ന അഭിഭാഷകരും ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞത് വ്യക്തികൾ ഇടപെട്ട ഒരു ക്രിമിനൽ കേസായി പരിഗണിക്കുന്നതിന് പകരം ഇതൊരു രാജ്യാന്തര വിഷയമായി പരിഗണിച്ചത് മുതൽ ഇതിൻ്റെ വീഴ്ചകൾ സംഭവിച്ചുവെന്നാണ്.
ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയല്ലയോ കേരളത്തിൻ്റെ ഇത് റദ്ദാക്കിയത്, കേരളത്തിന് അവകാശമില്ലെന്ന് പറഞ്ഞു. സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുകയല്ലേ. ഒരു പ്രത്യേക കോടതി രൂപീകരിക്കാൻ കേന്ദ്രത്തിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. അതിന് അല്പം വൈകിയിട്ടുണ്ട് എന്നിപ്പം കാണുന്നു. അതൊരു കാലതാമസം വന്നിട്ടുണ്ടെന്ന് പത്രത്തിൽ ഞാനും വായിച്ചു. ആ കാര്യങ്ങൾ പരിശോധിച്ച് ഇനിയും കറക്റ്റീവ് സ്റ്റെപ്സ് വരട്ടെ. പൊതുവിൽ ആരോപണങ്ങളിൽ നിന്നും വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നയാളാണ് മന്ത്രി ഷിബു ബേബി ജോൺ. പക്ഷേ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ്റെ കാര്യത്തിൽ താങ്കൾക്കെതിരെ വലിയൊരു ആക്ഷേപവും ആരോപണവും നിലനിൽക്കുന്നുണ്ട്. മന്ത്രിയുടെ ധൂർത്ത് ഇക്കാര്യത്തിൽ കൂടുന്നു. ഏതാണ്ട് 25 ലക്ഷത്തിൽ പരം രൂപ സ്വന്തം നിലയ്ക്ക് ചെലവഴിച്ചിട്ടുണ്ടെന്ന് വിവരാവകാശ നിയമപ്രകാരം വരികയും കാറുകൾ വാങ്ങി കമ്പനിയെ നഷ്ടത്തിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. എന്താണ് മറുപടി? ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം റെക്കോർഡ് പ്രോഫിറ്റിലേക്ക് ആ സ്ഥാപനം വാങ്ങി. കഴിഞ്ഞ വർഷം 28 കോടി രൂപയായിരുന്നു അതിൻ്റെ ലാഭം. വ്യക്തിപരമായി ഒരാവശ്യത്തിനും 1 രൂപ ഞാൻ അവിടുന്ന് എടുത്തിട്ടില്ല, എടുക്കാനും ഒക്കത്തില്ല. ഇതൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം. പിന്നെ മുൻ ഗവൺമെൻറ്റുകളുടെ കാലത്തും എൽക്കാലവും കേരളത്തിൽ ചെയ്തതുപോലുള്ള സംവിധാനങ്ങൾ ഈ പറഞ്ഞതുപോലെ ആകെ ഇതിൽ പറഞ്ഞത് MLA-മാർക്ക് ക്യാമറ വാങ്ങിച്ചു കൊടുത്തു. 141 MLA-മാരാണ് ഉണ്ടായിരുന്നത്. ഞാൻ 140 ക്യാമറ വാങ്ങിച്ചുള്ളൂ, എനിക്ക് വാങ്ങിച്ചില്ല. സ്വന്തം മണ്ഡലത്തിലേക്ക് വിതരണം ചെയ്യാൻ ഡയറികൾ, ഇതിനൊക്കെ മറുപടി പറയുന്നത്. പിന്നെ ഡയറി വിതരണം ചെയ്യാനല്ലാതെ കെട്ടിവെക്കാനാണ്. RPL എല്ലാവരും 2 കാറുകൾ 2 കാറുകളായിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. നേരത്തെ മുതലേ ഓഫീസ് സംവിധാനത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു കാറ് വിന്യസിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതല്ല സ്വാഭാവികമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല, മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെ. RSPBക്ക് കേരളത്തിൻ്റെ ഭാവി രാഷ്ട്രീയത്തിൽ എന്ത് ദൗത്യമാണ് നിർവഹിക്കാനുള്ളത്? നമുക്ക് വലിയ വെല്ലുവിളികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ അർത്ഥത്തിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ആ ഡിസ്കഷൻ നടത്തുന്നില്ല. നമ്മുടെ പേരുകെട്ട വിദ്യാഭ്യാസം, അതൊരിക്കലും ഉന്നത വിദ്യാഭ്യാസത്തിൽ നമ്മൾ നിലവാരം പുലർത്തിയിരുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസമായിരുന്നു ഏറ്റവും സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നത്. പഴയ സിസ്റ്റം മതി എന്നെല്ലാവരും പറയുമായിരുന്നു. അവിടെ വന്നിരിക്കുന്ന മൂല്യശോഷണം, നിലവാര തകർച്ച ആരും ചൂണ്ടിക്കാണിക്കപ്പെടുന്നില്ല. നമുക്കിനി പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തെ എല്ലാവരും പ്രകീർത്തിച്ച് സംരക്ഷിക്കണമെന്ന് പറയുമ്പോൾ സംരക്ഷിക്കരുതെന്ന അഭിപ്രായമല്ല, സംരക്ഷിക്കണം. പക്ഷേ ഈ നിലയിലാണോ സംരക്ഷിക്കേണ്ടത്? CBSE സ്കൂളുകളിലേക്ക് പോകുന്ന ഒഴുക്ക് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ആ പോകാതെ അവശേഷിക്കുന്ന നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ ആഗോളതലത്തിലുള്ള കോമ്പറ്റിറ്റീവ്നെസ് എത്രയുണ്ട്? വിഷയമല്ലേ? കേരളം ഹെൽത്ത് കെയറിലായിരുന്നു വേറെ മുന്നിലുണ്ടായിരുന്നത്. നമ്മുടെ സർക്കാർ ആശുപത്രി സംവിധാനങ്ങൾ ഏറ്റവും നല്ല സംവിധാനമായിരുന്നു. ഏറ്റവും നല്ല ഡോക്ടർ സർക്കാർ ആശുപത്രികളിലായിരുന്നു. ഇന്ന് സർക്കാർ ആശുപത്രികളിൽ ഡോക്ടറിനെ കിട്ടാനില്ല. അവിടെ മറ്റൊരു നിവൃത്തിയില്ലാത്തവർ മാത്രം അതിനെ ആശ്രയിക്കുന്ന സ്ഥിതിയുണ്ട്. അഭ്യസ്തവിദ്യരായ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യാനാണ് ഷിബു ബേബി ജോൺ ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, സ്കിൽ ഡെവലപ്മെൻ്റ് ഒരു വലിയ അജണ്ടയായിട്ട് തന്നെ എടുക്കുന്നു. ഒരു ഇൻ്റർനാഷണൽ ശ്രദ്ധ ആകർഷിക്കുന്ന നിലയിലേക്കുള്ള സ്കിൽ എക്സലൻസിൻ്റെ കേന്ദ്രങ്ങൾ തുടങ്ങാനാണ് ഞാൻ ആലോചിക്കുകയല്ല, അത് നടപടികൾ പുരോഗമിക്കുന്നത്. എല്ലാവർക്കും ഒരു തൊഴിൽ വേണം. പക്ഷേ ജോലി ചെയ്യേണ്ടാത്ത എന്തെങ്കിലും തൊഴിലുണ്ടോ എന്ന ചിന്താഗതി പലപ്പോഴും നയിക്കുകയാണ് ചെറുപ്പക്കാർ. അത് മാറിയില്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ ദൈവത്തിന് മാത്രമേ രക്ഷിക്കാനൊക്കത്തുള്ളൂ. മലയാളം ഭരണഭാഷയാക്കാൻ പോകുന്നു, മലയാളത്തിന് ക്ലാസിക്കൽ പദവി ലഭിക്കുന്നു. താങ്കൾ പറയുന്നു കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ ചെയ്യാനുള്ള മടിയുണ്ട് എന്ന് പറയുന്നു. സ്വാഭാവികമായും കേരളത്തിൽ ഈ ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും എല്ലാം അനുസരിച്ച് തൊഴിൽ നൽകാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ? സ്വന്തം മാതൃഭാഷയിൽ അതുമാത്രം പഠിച്ച് അതിൽ വളർന്നു വന്ന് തൊഴിൽ ചെയ്യാനുള്ളൊരു സാഹചര്യം, ഒരു സാമൂഹിക സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുമോ ഈ ചെറിയ സംസ്ഥാനത്ത്? നമ്മുടെ മാതൃഭാഷ സംരക്ഷിക്കണം. മലയാളത്തിന് ക്ലാസിക്കൽ സ്റ്റാറ്റസ് കൊടുക്കണം. മലയാളികളായിട്ടുള്ളവരെല്ലാം മലയാളം അറിഞ്ഞിരിക്കണം, ഒരു തർക്കവുമില്ല. പക്ഷേ അതിൻ്റെ മറുഭാഗത്ത് ഇന്ന് ആഗോളമായി തലത്തിൽ വലിയ മത്സരമുള്ള ഒരു കാലഘട്ടമാണ്. ആ മത്സരത്തിന് കോമ്പറ്റീറ്റീവ് ആക്കുകയും ചെയ്യണം നമ്മുടെ പുത്തൻ തലമുറയെ. അന്നേരം തീർച്ചയായിട്ടും മറ്റ് ഭാഷകൾ കൂടി ഇതൊരു ഭാഗത്ത് സംരക്ഷിക്കുമ്പോൾ തന്നെ അവർ, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ, കാരണം നമുക്കെല്ലാവർക്കും തൊഴിൽ കൊടുക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിലില്ല. അന്നേരം നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മറ്റു പ്രദേശങ്ങളിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ളവർ
മറ്റ് പ്രദേശങ്ങളിൽ പോയി തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ഇനി നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതുണ്ട്. അന്നേരം അതിനവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അന്നേരം ഇത് പരസ്പരം ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് വരാതെ ഒരു ഭാഗത്ത് സംരക്ഷിക്കുമ്പോഴും മറുഭാഗത്ത് ഇവർക്ക് ഇൻ്റർനാഷണൽ കോമ്പറ്റീറ്റീവ്നെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ദൗത്യം. താങ്ക് യു വെരി മച്ച്. ഓക്കെ.